ദിവസം 21-ാം അധ്യായത്തിലെ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്. യോഹന്നാൻ പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്: അവൻ അവരുടെ കണ്ണിന്നും കണ്ണുനീരെല്ലാം തുടച്ചു കളയും. സ്പർദ്ധൻ എന്ന ദേവദാസന് ഈ വാക്യത്തെ കുറിച്ച് മനോഹരമായിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഇങ്ങനെയാണ്: എനിക്കൊരു കാര്യം അറിയാം, ദൈവം ഏത് ദ്വാര കൊണ്ടാണ് എല്ലാ ദൈവമക്കളെയും കണ്ണുനീർ തുടച്ചു കളയുന്നത് അതൊന്നും എനിക്കറിയാൻ വയ്യ. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, അവരെല്ലാ കണ്ണുനീർ തുടച്ചു കളയും. തീർച്ചയായും ഇന്നത്തെ ദുഃഖങ്ങൾ, ഇന്നത്തെ വേദനകൾ, ഇന്നത്തെ കണ്ണുനീരിന്റെ അനുഭവങ്ങൾ ഇതെല്ലാം മാറി ദൈവത്തിൽ എത്തിയിട്ടുള്ള പ്രിയ മാതാവിനോടുള്ള ബന്ധത്തിൽ, ഇതിനു മുമ്പേ ദൈവത്തിൽ എത്തിയിട്ടുള്ള വ്യക്തികളുടെ ബന്ധത്തിൽ അവരെ ആശ്വസിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും വരും ദിവസങ്ങളിലെ കർത്താവിന്റെ പ്രത്യാശയിൽ നിലനിൽപ്പാൻ, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, കടപ്പാടുകളെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ബന്ധത്തിൽ നിർവഹിക്കാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദുഃഖത്തിരിക്കുന്ന എല്ലാവർക്കും എല്ലാ ആശ്വാസവും ദൈവം നൽകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എത്തുന്നു. ദൈവം പാട്ടുമാറാകട്ടെ. സുവിശേഷാലയത്തെ പ്രതിനിധീകരിച്ചാണ് സംസാരിക്കുവാനായിട്ട് എന്നെ ക്ഷണിച്ചത്. സുവിശേഷാലയ പ്രവർത്തനങ്ങളെ ചുക്കാനിരിക്കുന്ന സഹോദരൻ കെ പ്രസാദ് എഴുന്നേറ്റപ്പോൾ സുവിശേഷാലയത്തിൻ്റെ പ്രതിനിധിയായിട്ട് കൂടെ സംസാരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. എന്നാൽ അദ്ദേഹം മനഃപൂർവ്വം അതെല്ലാം ഒഴിവാക്കിയുള്ള അക്ഷരവും പറയാതെ അംഗീകരിക്കുന്നു. അവിടെ എനിക്ക് മനസ്സിലായി എനിക്ക് വേണ്ടി സമയം വേദനിച്ചിരിക്കുകയാണ്. സുവിശേഷാലയത്തിൻ്റെ ബന്ധത്തിലാണ് ഈ പ്രിയ മാതാവുമായിട്ട് എനിക്ക് ബന്ധപ്പെടുവാനിടയായിട്ടുള്ളത്. പ്രിയ ചെറിയാച്ചൻ കൂടെ ഈ മാതാവിൻ്റെയും നേരത്തെ അന്തരിച്ച പിതാവിൻ്റെയും വസ്തുതകൾ പറയുമായിരുന്നു. അങ്ങനെയൊരു പ്രത്യേക ബന്ധം ഈ മാതാവിനോട് എനിക്കും ഉണ്ടാകുവാനിടയായി. എല്ലാ നിലയിലും മാതൃകയുള്ള ഒരു മാതാവായിട്ട്, എല്ലാവർക്കും പ്രിയങ്കരിയായ ഒരു മാതാവായിട്ട് ആ അപേക്ഷയിൽ ഈ മാതാവിനും എനിക്ക് തമ്മിൽ ഒരു 3 വയസ്സിൻ്റെ വ്യത്യാസങ്ങളുണ്ട്. 3 വയസ്സിൻ്റെ പ്രായക്കുറവ് എനിക്കുണ്ട്. ഏതായാലും മാതൃകാപരമായ ഒരു ജീവിതം കാഴ്ചവെച്ച് കർത്താവിനെ പ്രതിഷ്ഠ കുടുംബം പ്രത്യേകിച്ച് സുവിശേഷ പ്രവർത്തനത്തിന് തക്കതായിരുന്നു എന്നുള്ള അനുഭവത്തിൽ എനിക്ക് മനസ്സിലാക്കുവാനിടയായിട്ടുണ്ട്. അവസാനിപ്പിക്കുകയാണ്. ദൈവം നമുക്ക് നൽകിയ ഈ നല്ല അവസരത്തിനായിട്ട് സ്തുതിക്കാൻ പ്രത്യാശയുടെ വാക്കുകൾ ഇവിടെ നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാൽ എവിടെയാണ് പോകുന്നത് എന്നുള്ള കാര്യം തീരുമാനിക്കേണ്ടത് നാം ഓരോരുത്തരുമാണ്. ഇങ്ങനെയുള്ള അവസരങ്ങൾ അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ ഇടയാക്കേണ്ടതുണ്ട് ആവശ്യം. അപ്പം നമ്മുടെ പൗരത്വം സ്വാതന്ത്ര്യത്തിൽ ഈ ഭൂമി വെച്ച ആളുകൾ കേവലം പരദേശികളായിട്ട് ആക്കുവാൻ നമുക്ക് അവസരം ലഭിക്കുന്നു. കർത്താവിൻ്റെ കൃപയെ ആശ്രയിച്ചുകൊണ്ട് ദൈവങ്ങളായിട്ട് ജീവിക്കാനിടയാകുന്നതായി പരമായിട്ടുള്ള അനുഗ്രഹം മറ്റൊന്നുമില്ല, സന്തോഷം മറ്റൊന്നുമില്ല. ആ സന്തോഷം സാധിക്കുവാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദുഃഖം ഞാൻ വാക്കുകളിലേക്കും യോഗത്തിൽ ഞങ്ങൾക്ക് കുടുംബമായി കടന്നു സംബന്ധിപ്പാണ് കടന്നെത്ത അവസരം ഒരുക്കി. പ്രിയാമ്മച്ചിയുടെ മകളുടെ മകൾ ജിൻസിയെ എൻ്റെ മകന് വിവാഹം കഴിച്ചിരിക്കുന്നത്. ആ ബന്ധത്തിലാണ് ഈ കുടുംബമായി ബന്ധപ്പെടുവാനും കടന്നു വരുവാനുള്ള അവസരം കർത്താവ് നൽകിയത്. ശാരീരികമായി അസ്വസ്ഥതകൾ നേരിട്ട സന്ദർഭങ്ങളിൽ ഇടയ്ക്ക് വന്ന് കാണുവാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. പരിചയപ്പെട്ട നാളത് മുതൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെ പ്രത്യാശയുള്ള, ദൈവത്തിൽ പൂർണ്ണമായ ആശ്രയം വെച്ചുകൊണ്ടുള്ള ഒരു ജീവിതത്തിന്റെ ഉടമയായിരുന്നു പ്രിയപ്പെട്ട മാതാവ്. ഇന്ന് തന്റെ ഭൗതിക ശരീരത്തിന് മുമ്പിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു വലിയ പ്രത്യാശയുണ്ട്. ഈ മാതാവിനെ ഇപ്പോൾ ബലഹീനമായ തന്റെ ഭൗതിക ശരീരം സംസ്കരിക്കാനുള്ളതായ വേളയിൽ നമ്മൾ കാണുമ്പോൾ ക്രിസ്തുവിൽ പ്രത്യാശ വെച്ച ദൈവവേദനയോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് വേദപുസ്തകമെ പഠിപ്പിക്കുന്നത്
ഈ താഴ്ചയുള്ള ശരീരം വിട്ട് മഹത്വമുള്ള ശരീരത്തെ പ്രാപിച്ചുകൊണ്ട് തേജസ്സേറിയ ശരീരത്തിൽ നമ്മുടെ കർത്താവിന്റെ സന്നിധി കാണപ്പെടും എന്നുള്ളതായ വേദപുസ്തക വാക്യങ്ങൾ നമുക്ക് പ്രത്യാശയുള്ളതാക്കുന്നുണ്ട്. മകൾ ഫെബ ആൻഡ് ഫാമിലിയുടെയും എന്റെ സെന്റർ ഇന്ത്യൻ പെന്തിക്കോസ്തൽ സഭ കൊട്ടാരക്കരയുടെയും എല്ലാ ശുശ്രൂഷകന്മാരുടെയും പേരുള്ള അനുശോചനം ഇത്തരണത്തിൽ അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ഈ ശുശ്രൂഷയുടെ പ്രധാന ഭാഗങ്ങൾ ബാക്കിയാണ് വചന ശുശ്രൂഷ നമുക്ക് അനിവാര്യം. പ്രിയപ്പെട്ട മാതാവിന്റെ വിയോഗത്തിൽ ദുഃഖിതരായിരിക്കുന്ന എല്ലാ മക്കൾക്കും ബന്ധുമിത്രാദികൾക്കും ഈ സമയത്ത് നിങ്ങളോട് ചേർന്നിരിക്കുന്ന ദുഃഖം ഞാൻ പങ്കിടുകയും കർത്താവുകളെ ആശ്വസിപ്പിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട പൊന്നച്ചായൻ പറഞ്ഞ പോലെ 2 മിനിറ്റ് തികച്ചെനിക്ക് വേണ്ട. അതിന് മുമ്പ് യോശുവയുടെ പുസ്തകം 24-ാം അധ്യായത്തിൽ 3 ശവസംസ്കാര ശുശ്രൂഷകളെ സംബന്ധിച്ച് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വലിയ പ്രസംഗ വിഷയമാണ്, പക്ഷേ അത് സംസാരിക്കാൻ നിർവാഹമില്ല. പഴയ നിയമ ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തരായിരുന്ന 3 ദൈവദാസന്മാർ. ഒന്ന് നൂന്റെ മകനായ യോശുവ, അദ്ദേഹം മരിച്ചു. ഹെബ്രോനിൽ അദ്ദേഹത്തെ സംസ്കരിച്ചു. അതിനുശേഷം വായിക്കുന്നത് അഹരോന്റെ മകനായ ഏലിയാസ്, അദ്ദേഹം മരിച്ചു. ശിലോവിൽ അദ്ദേഹത്തെ സംസ്കരിച്ചു. തുടർന്ന് വായിക്കുന്നത് മിസ്രയീമിൽ നിന്ന് അവർ കൂട്ടിക്കൊണ്ടുവന്ന യോസേഫിന്റെ അസ്ഥികളെ അവിടെ ശെഖേമിൽ അടക്കം ചെയ്തു. വളരെ അടുത്ത ബന്ധം കൊടുക്കുന്ന ഭവനമായിരുന്നു ദൈവദാസനായ യോശുവ. നല്ല വിശ്വാസത്തിന്റെ പോരാട്ടത്തിന്റെ അന്ത്യം. ദൈവദാസനായിരുന്ന ഏലിയാസ് ഒരു നല്ല ആരാധനയുടെ അന്ത്യം. ദൈവദാസനായ യോസേഫ് ഒരു നല്ല സാക്ഷി ജീവിതത്തിന്റെ അന്ത്യം. ഈ പ്രിയപ്പെട്ട അമ്മച്ചി വിശ്വാസം വേണ്ടി നല്ല പോർവരുത്തി അവസാനത്തോളം ആ വിശ്വാസം കാത്തു സൂക്ഷിച്ച ഒരു ദൈവദാസ നിലയിൽ ഒരു വിശ്വാസം നല്ല അന്ത്യമാണ്. തുടർന്ന് ഞങ്ങൾക്ക് റാന്നി കൺവെൻഷന് കടന്നുപോയി. അല്പസമയം കഴിഞ്ഞപ്പോൾ പ്രിയമാതാവ് താൻ പ്രിയം വെച്ച കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ വന്ന് അമ്മച്ചയെ കാണുമ്പോൾ അമേരിക്കയിലുള്ള മക്കളുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും വന്നാൽ ഒരു പ്രത്യേക തിളക്കമാണ് തന്റെ കണ്ണുകൾ. ഒരു കാര്യം പറയട്ടെ, തന്റെ ജീവിതത്തിൽ പരിമിതികൾ ഉണ്ടായിരിക്കാം, പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും വളരെ പോസിറ്റീവായിരുന്നു. എന്ത് കാര്യം പറഞ്ഞാലും നിരാശയുടെ വാക്കുകളില്ല. ഏത് അസുഖമാകട്ടെ, എന്ത് കാര്യത്തിലും പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ പറയുന്ന ഒരു മാതാവ്, അതൊരു വലിയ കാര്യമാണ്. സാധാരണ പ്രായമാകുമ്പോൾ വയ്യ, പ്രശ്നമാണ്, ഇങ്ങനെയുള്ള നെഗറ്റീവ് മാത്രമേ കേൾക്കാനുള്ളൂ. എന്നാൽ അമ്മച്ചി എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. പ്രിയ തമ്പാച്ചാൻ, നമ്മുടെ മാമ, അതുപോലെ പ്രണമ സഹോദരി, പ്രിയ സഹോദരിയുടെ ഭർത്താവ് തമ്പിയും ഞാനും ഒന്നിച്ച് കരീശ്ശേരി സ്കൂളിൽ പഠിച്ചതാണ്. അതുപോലെ പ്രിയ സുഷമ, ഇവരെയൊക്കെ അമേരിക്കയിൽ ചെന്ന് കാണുവാനും അവരുടെ സ്നേഹവും കൂട്ടായ്മയും ഒക്കെ അനുഭവിക്കാൻ ഇടയായിട്ടുണ്ട്. പ്രിയ അമ്മച്ചിയുടെ ആങ്ങള ജോർജായൻ വിവാഹം ചെയ്തിരിക്കുന്നത് എൻ്റെ ഭാര്യയുടെ മാവിയാണ്. മഴിക്കൂരുമായിട്ട് അങ്ങനെ ഒരു നല്ല ബന്ധമുണ്ട്. മഴിക്കൂർ സഭയുടെയും ഞങ്ങളുടെ കുടുംബങ്ങളുടെയും ദുഃഖം ഞങ്ങൾ ഈ സമയത്ത് അറിയിക്കുന്നു. എന്നാൽ ഈ മൃതശരീരം അടക്കുന്നെങ്കിലും അബ്രഹാം തന്റെ ഭാര്യ സാറയെ അടക്കിയപ്പോൾ മക്പേല ഗുഹയിലാണ് അടക്കിയത്, ഹിത്യരോട് വാങ്ങി. ആ ഗുഹയുടെ പേരിന്റെ അർത്ഥം കേവ് ഓഫ് 2 doors, 2 വാതിലുകളുടെ ഗുഹ എന്നാണ്. ഈ മഹത്വമുണ്ടാകട്ടെ. മലയാള ഭാഷയിൽ 56 അക്ഷരങ്ങളേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം ശബ്ദധാരാവലി പുസ്തകം എടുത്ത് നോക്കിയപ്പോൾ 10,000 വാക്കുകൾ ഈ 56 അക്ഷരം കൊണ്ട് ആളുകൾ കണ്ടുപിടിച്ച് അതിൽ എഴുതിയിട്ടുണ്ട്. ഈ 10,000 ലക്ഷക്കണക്കിനോ ഉള്ള വാക്കുകളിൽ ഏറ്റവും സുന്ദരമായ പദം ഏതാണെന്ന് നമ്മോടെല്ലാവരോടും ചോദിച്ചാൽ ഒറ്റ വാക്കേ നമുക്ക് പറയാനായിട്ടുള്ളൂ. അത് അമ്മ എന്ന പദമാണ്. സമയത്തിന്റെ കാര്യം ഞാൻ നേരത്തെ ഓർപ്പിച്ചതാണ്. പിന്നെ നമുക്ക് പ്രധാനമായിട്ടും വചനം സൂക്ഷിക്കുവാൻ ലഭിച്ചിരിക്കുന്ന വ്യക്തി ഐസക് മണ്ണൂർ. നമുക്ക് പ്രാർത്ഥിക്കാം. മനസ്സിലുള്ള പിതാവും സർവാശ്വാസത്തിന്റെയും പ്രകടമായ കർത്താവ്, ഈ അനുഗ്രഹീതമായ ദിവസത്തിന്റെ അധ്യാനത്തോടടുക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇത്രയും സഹോദരിമാർക്ക് പ്രിയ അമ്മച്ചിയുടെ വേർപാടിനുള്ള ബന്ധത്തിൽ ദൈവസനായിരിക്കാൻ ഞങ്ങളുടെ പ്രത്യാശയെ പുതുക്കുന്ന
ദൈവവചനം ഞങ്ങൾക്ക് കേൾക്കുവാൻ കഴിഞ്ഞു. അമ്മച്ചിയെ കുറിച്ചുള്ള അനുഗ്രഹിക്കപ്പെട്ട അനുസ്മരണം കേൾക്കുവാൻ കഴിഞ്ഞു. അമ്മച്ചിക്ക് കൊടുത്ത ജീവിതത്തിനാണ് സ്തോത്രം. കർത്താവ് ജീവിതത്തിൽ കർത്താവിനെ രക്ഷകനായിട്ട് അംഗീകരിച്ച് ദൈവങ്ങളായി പ്രത്യാശയുള്ള ജീവിതം നയിപ്പാൻ കഴിഞ്ഞ 86 വർഷക്കാലം കർത്താവ് ഇടയാക്കിനായിട്ട് സ്തോത്രം. മക്കളെയും കൊച്ചുമക്കളെയും തലമുറകളെ കണ്ട് സന്തോഷിക്കുവാൻ ദീർഘവർഷം ദൈവജനമാരുടെ കൂട്ടായ്മ അനുഭവിച്ച് ആത്മീയമായ സന്തോഷം അനുഭവിച്ച് പ്രത്യാശ ജീവിക്കാൻ കർത്താവ് ഇടയാക്കിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ മാതാക്കൾ പിതാക്കന്മാരൊക്കെ ഞങ്ങളെ വിട്ട് കടന്നു പോകുമ്പോൾ ദുഃഖമുണ്ട്, വേദനയുണ്ടെങ്കിലും കർത്താവിൽ കൂടെ ഞങ്ങൾക്ക് ലഭിച്ച വലിയ പ്രത്യാശയ്ക്കായിട്ട് സ്തോത്രം. അവിടുന്ന് പറഞ്ഞിട്ടാണ് പോയത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോരുത്, എന്നിൽ വിശ്വസിക്കുകയും എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഞാൻ നിങ്ങളെ ചേർപ്പാൻ വേഗം വരും, ഞങ്ങളെ ചേർപ്പാൻ ഞങ്ങളുടെ കർത്താവ് വേഗം വരുവാൻ പോകുന്നു. ആ ദിവസത്തെ നോക്കിക്കൊണ്ട് ഞങ്ങളുടെ നാളുകളെ എണ്ണിക്കൊണ്ട് ഒരുക്കത്തോടെ ഈ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഇപ്പത്തിരിക്കുന്ന എല്ലാ പ്രമാണങ്ങളെയും ദൈവങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവിന്റെ ദൈവമായ സമാധാനവും ആശ്വാസവും കൊണ്ട് അവരുടെ ഹൃദയത്തെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നിന്റെ ദാസനെ അവിടുത്തെ കരണം സമർപ്പിക്കുന്നു. ദൈവനും കേൾവി ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ, ഞങ്ങളുടെ പ്രത്യാശയെ പുതുക്കുവാൻ, ഞങ്ങളെ തന്നെ ദൈവങ്ങൾ സമർപ്പിക്കുവാൻ, കർത്താവിന്റെ വരവിനെ പ്രതീക്ഷിച്ച ഒരുക്കത്തോടെ ഒരു ദിവസം ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണം. എന്റെ ദാസന് ആവശ്യമായ വാക്കും വചനവും കൊടുക്കണം. കടന്നു വന്ന ഓരോരുത്തർക്കും അത് പ്രയോജനകരമായി തീരുവാൻ സഹായിക്കണം. ഈ പ്രത്യാശയില്ലാത്ത ആരെങ്കിലും ഇവിടെ കടന്നിട്ടുണ്ടെങ്കിൽ കർത്താവായ യേശുക്രിസ്തു കൂടെയുള്ള രക്ഷയുടെ അവകാശികളായി പ്രത്യാശയുള്ള ജീവിതം നയിപ്പാൻ, മരണാനന്തര ജീവിതം ഉറപ്പ് പ്രാപിച്ച് ജീവിക്കാൻ അനേക ജീവിതങ്ങൾക്ക് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുനാമത്തെ എല്ലാം നിലയിൽ മഹത്വപ്പെടുത്തണം. യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനവധി ഓർമ്മകൾ പങ്കിടുകയും അയവിറക്കുകയും ചെയ്യുന്ന പ്രത്യാശ നിർഭരമായിരിക്കുന്ന ഈ വേദിയിൽ നിന്നുകൊണ്ട് നമുക്ക് കർത്താവിനെ സ്തുതിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഒരുക്കിയ മുഖാന്തരങ്ങൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം. പ്രിയപ്പെട്ട മാതാവിനെ 2 പ്രാവശ്യമാണ് എന്റെ ജീവിതത്തിൽ എനിക്ക് കാണുവാൻ ഇടയായി തീർന്നത്. അതിനു മുമ്പ് ഈ പ്രിയപ്പെട്ട മാതാവിനെ കുറിച്ച് ഓർക്കുവാനും പ്രാർത്ഥിക്കുവാനും ഇടയായി തീർന്നിട്ടുണ്ട്. അതിന്റെ മുഖാന്തരം എന്നെ സ്നേഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ട അമ്പാച്ചനും അമ്മാമയും മറ്റു പ്രിയപ്പെട്ടവരുമാണ്. ഈ അമ്മച്ചിയുടെ മൂത്ത കൊച്ചുമകൻ സന്തോഷ് ഞങ്ങളുടെ സഭയിൽ ന്യൂയോർക്കിലുള്ള വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു വിശ്വാസിയാണ്. അദ്ദേഹം ഇവിടെ വരേണ്ടതായിരുന്നു, എന്നാൽ സാഹചര്യം അനുവദിച്ചില്ല. അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ ഭവനം അറിയപ്പെടുന്നത്. ഞാനൊന്ന് നാട്ടിൽ ചേർന്ന് ന്യൂയോർക്കിൽ തിരിച്ചു വന്നിട്ട് അമ്മച്ചി കണ്ട് തിരിച്ചത് സന്തോഷോട് പറഞ്ഞു, യുവർ ഹോം ഈസ് നോൺ ഇൻ യുവർ നെയിം, നിന്റെ പേരിലാണല്ലോ ഈ വീട് അറിയപ്പെടുന്നതെന്ന് അവൻ അറിഞ്ഞപ്പോൾ അവൻ വളരെ അഭിമാനത്തോടുകൂടി സന്തോഷത്തോടെ നിൽക്കുന്നത് എനിക്ക് കാണുവാൻ കഴിയും. വളരെ ആത്മീയമായി പക്വതയോടുകൂടി കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുന്ന ഒരു ആത്മീയ ബന്ധം അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഈ പ്രിയപ്പെട്ട അമ്മച്ചി മുഖാന്തരം ഇടയായിട്ടുണ്ട് എന്നുള്ളത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നാട്ടുകാർക്കും ബന്ധുക്കൾക്കും വിശ്വാസികൾക്കും പ്രിയപ്പെട്ടവർക്കും മാത്രമല്ല, അടുത്ത തലമുറകൾക്ക് പോലും ഓർത്ത് ആശ്വസിക്കുവാൻ മതിയായ അനുഗ്രഹീതമായിരിക്കുന്ന ആത്മീക സമ്പത്ത് സമ്പാദിക്കുവാനും കാഴ്ചവെക്കുവാനും ഈ പ്രിയപ്പെട്ട മാതാവിന് ഇടയായതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിനെ വാഴ്ത്തുകയും ചെയ്യട്ടെ. കഴിഞ്ഞ പ്രിയ എം വി ബാലച്ചൻ ഓർപ്പിച്ചതുപോലെ റാന്നി കൺവെൻഷന് വേണ്ടി പോകാൻ ഈ വഴി വന്നപ്പോൾ പ്രിയ പെരുമ്പാവൂരിന് എന്റെ പ്രിയ സഹോദരൻ ബിജോയ്, അല്ലെങ്കിൽ ഹൂസ്റ്റണിലുള്ള ബിജോയും ഞാനും പ്രിയ സഹോദരനും ഭാര്യയും ഈ അമ്മച്ചിയെ കാണാൻ വേണ്ടി വന്ന് ഞങ്ങൾ ഒരുമിച്ച് ഒന്ന് പാടി, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. അന്തിമം ശ്വാസമെടുക്കുന്ന ഒരു നിമിഷങ്ങളിലാണ് അവസാന ദൃക്സാക്ഷികളായിരുന്നു ഞങ്ങൾ. സഹോദരന്മാർ എന്നോട് പറഞ്ഞു പ്രാർത്ഥിക്കുവാൻ. വളരെ ഹൃദയഭാരത്തോടുകൂടിയാണ് ഞാൻ അവിടെ നിന്ന് കർത്താവിനോട് അപേക്ഷിച്ചത്. ഈ നിലയിൽ കഷ്ടതയും സങ്കടവും മാറ്റിയെടുക്കുവാൻ നിന്റെ ഹിതം നിറവേറ്റണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ചില മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ഭാഗ്യകരമായ പ്രത്യാശയുടെ തീരങ്ങളിലേക്ക്, കർത്താവിന്റെ സന്നിധിയിലേക്ക് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടൊപ്പം ചേരുവാൻ പ്രിയപ്പെട്ട മാതാവിനിടയായി. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ ശുശ്രൂഷ നിർവഹിക്കുവാൻ ഈ ഭൂമിയിൽ അനേക ദൈവദാസന്മാർ ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ നിൽക്കുവാൻ ഇടയായിട്ടുണ്ട്. എളിയവനായ എനിക്ക് തന്റെ അവസാന ഈ ജീവിതയാത്രയുടെ അന്ത്യത്തിൽ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുവാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുകയാണ്. നമ്മൾ കേട്ടത് വളരെ അനുഗ്രഹീതമായിരിക്കുന്ന ചിന്തകളാണ്. നാം ഓർക്കുകയുണ്ടായി ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താണ്, കർത്താവിന്റെ ദാസന്മാർ ഓർപ്പിക്കുകയുണ്ടായി. മാതാപിതാക്കൾ, വൃദ്ധരായ മാതാപിതാക്കന്മാരെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ എന്താണെന്ന് പുതിയ തലമുറയ്ക്ക് മനസ്സിലാക്കുക പ്രയാസകരമായ, ദുഷ്കരമായിരിക്കുന്ന കാലഘട്ടത്തിലൂടെ നാം യാത്ര ചെയ്യുകയാണ്.
ഏതാനും ദിവസം നിമിഷങ്ങൾക്കകം ഈ പ്രിയപ്പെട്ട ശരീരം നമ്മൾ മണ്ണിലേക്ക് മറയ്ക്കുവാൻ പോകുകയാണ്. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഒരു പുത്തൻ പുലരി പൊട്ടിവിടരുവാൻ പോകുകയാണ്. ജീവിതത്തിന്റെ പാരാത്തങ്ങളും രോഗവും ഏകാന്തതയും ഒക്കെ അവസാനിച്ച് ഈ പ്രിയപ്പെട്ട മാതാവ് മണ്ണിനോട് വിട പറയുമ്പോൾ ഒരു പുത്തൻ പ്രതീക്ഷയുമായിട്ട് കാഹളം ധരിക്കുന്ന നാളിൽ വരുവാൻ പോകുകയാണെന്നുള്ള പ്രതീക്ഷയാണ് കർത്താവ് മരിക്കുന്ന മൃതന്മാർക്കുള്ളത്. ജീവിതത്തിന്റെ പ്രതീക്ഷകളും പ്രത്യാശയും ഭൗതികവാദികൾക്കില്ല, കമ്മ്യൂണിസ്റ്റുകൾക്കില്ല, കോൺഗ്രസുകാർക്കില്ല, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കില്ല, പ്രത്യയ ശാസ്ത്രങ്ങൾക്കില്ല. എന്നാൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വിശുദ്ധന്മാർക്കുണ്ട്. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുക മാത്രമല്ല, ഏറെ കാലങ്ങൾ പിന്നിടുന്നതിന് മുമ്പ് ഒരു പ്രത്യാശയുടെ തീരത്തവരണയും എന്നുള്ളതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാൻ പലപ്പോഴും ഓർപ്പിക്കാറുള്ളത് പോലെ കഴിഞ്ഞ 2000 പരം വർഷങ്ങളായിട്ട് നാട്ടിൽ കുതുകം കൊണ്ട് പുതിയ ഗീതം പാടുவது എന്നിനി ഞങ്ങളൊരു പുതിയ ഗാനം പാടുവാൻ പോവുകയാണ്. എന്നേക്കുമുള്ള പുതുഗാനത്തിന്റെ അവകാശികളായിട്ട് ഞങ്ങളെ തീർത്തതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ. പിരിഞ്ഞുപോയ അനേക പ്രിയതകൾ കാണുവാൻ പോവുകയാണ്. അവരെ ഞങ്ങളെ എതിരേൽക്കുവാൻ ആകാശമേഖല വരുവാൻ പോവുകയാണ്. മനോഹരമായിരിക്കുന്ന വിശുദ്ധിയുടെ വർണ്ണ സ്വരം ഇവിടെയാണ് നമുക്ക് പാടാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ സ്നേഹനായകന്റെ മുൻപിൽ കുമ്പിട്ടുകൊണ്ട് അവരെ ആരാധിക്കുവാൻ കഴിയുന്ന സുന്ദര നിമിഷങ്ങൾ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. രോഗമുള്ള, വേദനയുള്ള, ബുദ്ധിമുട്ടുള്ള ജീവിതത്തിന്റെ വൈതരണികളുള്ള, പ്രശ്നങ്ങളുള്ള ജീവിതയാത്രയിൽ കർത്താവേ ഈ ജീവിതം ഇവിടെ അവസാനിപ്പിക്കണമെന്നല്ല പ്രാർത്ഥിക്കുന്നു. പിന്നെയോ പ്രത്യാശയുടെ നാളുകൾ എണ്ണിക്കൊണ്ട് ഞങ്ങളുടെ ജീവിതയാത്ര മുൻപോട്ട് പോവുകയാണ്. അനേക വിശുദ്ധന്മാർ ഈ വാക്കുകൾക്ക് സ്തോത്രം പറയാൻ കഴിയും, സംശയമില്ല. പരമപ്രിയന്റെ പൊന്നുനാട്ടിൽ ഇമ്പങ്ങളുടെ പ്രതീക്ഷകൾ വിശ്രമം കൊള്ളുന്ന മാതാവിനെ ഓർത്തും ദൈവത്തെ വിട്ടുപിരി ഒരു പുതിയ ഗാനത്തിന്റെ ഈരടികൾ അന്ന് നമ്മളോട് പാടും. നമ്മുടെ നാഥന്റെ കാൽപാതകളിൽ ചുംബനം ചെയ്തുകൊണ്ട് ബാഷ്പാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് കർത്താവേ നീ എന്നെ ഇത്രമാത്രം സ്നേഹിച്ചല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ പാതാല ബിന്ദങ്ങൾ വീഴുന്ന സുന്ദരമായിരിക്കുന്ന ഒരു ശുഭമുഹൂർത്തം നമ്മുടെ മുന്നിലുണ്ട്. ആ പരമനാഥന്റെ വരവിന് വേണ്ടി ലാക്കിലൂടെ ഓടുമ്പോൾ നമുക്ക് അതിന്റെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കാം. ഇവിടെ നിലനിൽക്കുന്ന നഗരം ഇല്ല, നിത്യമായിരിക്കുന്ന അവരം നമ്മുടെ കർത്താവ് വരുന്നു. പഴയ നിയമഭക്തന്മാർക്ക് ലഭിക്കാത്ത അനശ്വരമായിരിക്കുന്ന അനുഗ്രഹീതമായ പദവി ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ചു. ഈ മാതാവിന്റെ പ്രവൃത്തി അവരെ പിന്തുടരുകയാണ്. നല്ല പ്രവൃത്തികളെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. അനുതാപത്തോടുകൂടി കർത്താവിന്റെ സ്ഥലത്തേക്ക് കടന്നു വന്നുകൊണ്ട് എന്റെ ജീവിതയാത്രയിൽ നിന്നെ കണ്ടെത്തുവാനിടയായത് എത്ര ഭാഗ്യമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വേദനയുള്ള ശരീരം, ദുഃഖമുള്ള ശരീരം, ഈ ശരീരത്തിലെ അനുഭവിക്കുന്ന ദുഃഖത്തിന്റെ സ്മരണകൾ ഉതിർക്കുന്ന കണ്ണുനീർ ഒപ്പുവാൻ ആരുമില്ലാതിരിക്കുമ്പോൾ നമ്മുടെ കണ്ണുനീർക്കുവാൻ നമ്മുടെ നാഥൻ നമുക്ക് വേണ്ടി കാവൽ നിൽക്കുകയാണ്. പ്രതീക്ഷകളോടുകൂടി പ്രിയപ്പെട്ട മാതാവിനെ നമുക്ക് സംസ്കരിക്കും. ഈ മാതാവിന്റെ ശരീരം ഈ കല്ലറയിലേക്ക് നമുക്ക് സംസ്കരിക്കാം. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? കാവളം ധരിക്കുമ്പോൾ ഒരു പുതിയ ശബ്ദത്തോടുകൂടി ഉയർത്തെഴുന്നേൽക്കുന്ന മനോഹരമായ ദിവസത്തെ കാത്തുകൊണ്ട് ആ മൺമയമായ ശരീരം മാറി വിണ്മയമായി നേടുവാൻ പോവുകയാണ്. നമുക്ക് വളരെ പ്രത്യാശയോടെ മുൻപോട്ട് ഈ പ്രിയപ്പെട്ട മാതാവിന്റെ ശരീരം സെമിത്തേരിയിലേക്ക് കൊണ്ടുപോയി ഭക്തന്മാർ ആ പ്രിയപ്പെട്ട ദൈവദാസനെ അടക്കിയതുപോലെ നമുക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട് പ്രത്യാശയോടുകൂടി പ്രിയപ്പെട്ട മാതാവിനെ നമുക്ക് അടക്കം ചെയ്യാം. പ്രതീക്ഷയോടുകൂടി നമ്മുടെ നാഥനെ നമുക്ക് വരവേൽക്കാം. പുതിയ ഗീതം പാടുന്ന സുന്ദര നിമിഷത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അതിന്നുണ്ടായിരുന്നെങ്കിൽ നാം എത്ര ഭാഗ്യവാന്മാരായിരുന്നു. വേദനയിൽ കഴിയുന്ന എന്റെ പ്രിയ സഹോദരി സഹോദര, ദുഃഖത്തിലും ബുദ്ധിമുട്ടിലും കഴിയുന്നവരെ, ജീവിതത്തിൽ സമാധാനമില്ലാതെ കഴിയുന്നുണ്ടെങ്കിൽ കാലൂരിയുടെ ചുവട്ടിലേക്ക് കടന്നു വരൂ. രക്ഷകനായിട്ട് അവരെ സ്വീകരിക്കൂ. നിങ്ങൾക്ക് ഈ പ്രത്യാശയുണ്ട്, പ്രതീക്ഷയുണ്ട്. ജീവിതം ശോഭനമായി തീരും. അതിന് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ദുഃഖത്തിൽ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ഈ വചനങ്ങളാൽ ആശ്വസിക്കുമാറാകട്ടെ. എനിക്കറിയാം സന്തോഷ് ഈസ് ലിസണിംഗ് ടു ദിസ് മെസ്സേജ്. ഇഫ് യു ആർ ലിസണിംഗ്, യുവർ ഗ്രാൻഡ് മദർ വാസ് ഗ്രേറ്റ് ആൻഡ് ഷീ വാസ് എ ഫെയ്ത്ത്ഫുൾ വുമൻ. ദാറ്റ് ഈസ് ദ വിറ്റ്നസ് we have seen in front of the dead body. May the Lord help you, all of you. കർത്താവിന്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെട്ട വിശ്വസ്തയോടുകൂടി കർത്താവിന്റെ നാടുകളിൽ നമുക്ക് എണ്ണാം. അവന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ നന്ദിയുടെ കാര്യങ്ങൾ പറയുമെന്നാണ് ഇവിടെ പ്രസ്താവിച്ചത്. അത് പറയുന്നതിന് മുമ്പായിട്ട് ചുരുക്കം ചില കാര്യങ്ങൾ പറയാനുള്ളതായിരിക്കും കടമെങ്കിൽ. കാരണം നിങ്ങൾ കേട്ടുകൊണ്ടിരുന്ന വിഷയങ്ങൾ പ്രിയ മാതാവിന്റെ മൂത്ത മരുന്നവനാണ് ഞാൻ. ഞങ്ങള് മക്കളും 3 പേരും ഇവിടെ സംഗീതരായിട്ടുണ്ട്.
എന്റെ ഭാര്യയുടെ ഇളയ സഹോദരിയുടെ ഭർത്താവ് അമ്മച്ചിക്ക് മുമ്പേ ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഞങ്ങൾ താമസിക്കുന്നത് നന്നൂക്കാട് സ്ഥലത്താണ്. 76-ലാണ് അവിടെ താമസമാണ്. ഞാൻ അമ്മണിയെ വിവാഹം കഴിച്ചത് 1967 ഏപ്രിൽ 13-ാം തീയതി. അങ്ങനാണ് ഈ അമ്മച്ചിയുടെ മൂത്ത മരുമകനാകാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചത്. എന്റെ ജ്യേഷ്ഠ സഹോദരൻ ദൈവസന്നിധിയിൽ വിശ്രമിക്കുന്ന സഹോദരൻ ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ ഓർക്കുന്നു. ഞങ്ങളുടെ വിവാഹം കുറയ്ക്കുവാനായിട്ട് മുത്തങ്ങാറിൽ നിന്നും ആൾക്കാർ വന്നു. ഇവർ താമസമുണ്ടെന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. പരിയാരത്ത് കുന്നിലാണ്. ഇവിടെ എന്റെ ജ്യേഷ്ഠ സഹോദരൻ ഞങ്ങൾ താമസിക്കുന്നത് പുത്തൻകാവിലെ തെരുവിലാണ്. ബസ്സിൽ നിന്ന് ഇറങ്ങിയാൽ ഒരു സ്റ്റെപ്പ് പോലെ റോഡിൽ കാല് കുത്തണ്ട. പരിചയമുള്ള ഡ്രൈവറാണെങ്കിൽ ഞങ്ങളുടെ സ്റ്റെപ്പെ കൊണ്ട് നിർത്തും. അവരുടെ കാല് കുത്തിയാൽ മതി. റോഡിൽ ഇറങ്ങുക വേണ്ട. അങ്ങനെയുള്ള സ്ഥലത്ത് താമസിക്കുന്ന എന്റെ സഹോദരൻ ഇവിടെ വന്ന് കല്യാണം ഉറപ്പ് കഴിഞ്ഞ് വന്നെന്ന് എന്നോട് പറഞ്ഞു, തമ്മാനെ ഇനി ഞാൻ അവിടെ വരണമെന്നുണ്ടെങ്കിൽ നീ അവിടെ നിന്നാണ് മാറി താമസിച്ചെങ്കിൽ മാത്രമേ ഇനി ഞാൻ അവിടെ കടയ്ക്ക് കൊടുന്നുള്ളൂ. ദൈവസന്നിധിയിൽ ആ വിഷയം വെച്ച് പ്രാർത്ഥിച്ചു. അത് 67-ലായിരുന്നു. എന്നാൽ അതിനുശേഷം ഞാൻ സർവീസിലായിരുന്നു. ഞങ്ങൾ അവിടെ ഇവിടെ കൂടെ താമസിച്ചു. 76-ൽ അപ്രതീക്ഷിതമായിട്ട് എന്റെ ഫാദറിനോ എന്റെ അമ്മായിപ്പൻ അച്ഛൻ എഴുതി തമ്മ ഒരു താമസത്തിലുള്ളതായിരിക്കുന്ന ഒരു സൗകര്യം ഒരു ചെറിയ വീടുമായിട്ട് നന്നൂക്കാട്ട് കൊണ്ട് വാങ്ങിക്കാൻ താല്പര്യമാണെന്ന് ചോദിച്ചു. ഞങ്ങൾ രണ്ടും ആലോചിച്ചിട്ട് പറഞ്ഞു, അച്ഛാന് ഞങ്ങൾ വന്ന് കാണുന്നില്ല, അച്ഛാന് താല്പര്യമാണെങ്കിൽ ഉടമ്പടി എഴുതിക്കൂ, അതങ്ങ് വാങ്ങിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ അച്ഛാന്റെ ആഗ്രഹപ്രകാരം ഞങ്ങളുടെ ആഗ്രഹപ്രകാരം വീട് വാങ്ങിച്ചാണ് ഞങ്ങൾ നന്നൂക്കാട് പ്രദേശത്ത് താമസമായത്. അനേക കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നെ സ്നേഹിക്കുന്ന ഞാൻ സ്നേഹിക്കുന്ന എന്റെ പ്രിയ അളിയന്മാര് പൊന്നച്ചനും പൊടിമോനും ബിജോയും എല്ലാം ഞാൻ പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി എനിക്ക് പറയാനൊന്നും ശേഷിച്ചിട്ടില്ല. കാരണം പ്രിയ അമ്മച്ചിയുടെ മൂത്ത മരുമകനാണ്. ഈ അമ്മച്ചിയെയും അച്ഛാന്റെയും തമ്പാങ്കുഞ്ഞ് എന്നുള്ള വിളി ഇപ്പോഴും എന്റെ ചെവി മുടങ്ങിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ തമ്പിക്കുഞ്ഞ് മാത്രമേ അമ്മച്ചി അപ്പച്ചൻ വിളിച്ചിട്ടുള്ളൂ. രാജുവിനാണെങ്കിൽ രാജമോനെ രാജമോനെ വിളിച്ചുകൊണ്ടിരുന്നത്. സൂസമ്മ ഇവിടെ ഉണ്ട്, കണ്ണമ്മ ഇവിടെ ഉണ്ട്. ഞങ്ങൾ 3 പേരും കുടുംബസ്ഥരായി അവിടെ താമസിക്കുക. ഞങ്ങൾ 75-ലാണ് അമേരിക്കയിൽ ചെന്നത്. ഞാൻ ചെന്നത് 74 അമ്മ ഇവിടെ ചെന്ന് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ 75-ൽ അവിടെ ചെന്നു. അവിടെ താമസമാക്കി ന്യൂയോർക്കിൽ താമസമായി. അതിനുശേഷം ഹൂസ്റ്റണിലേക്ക് മൂവ് ചെയ്തു. 83-ല് സൂസമ്മയെ ഞങ്ങൾ ഇമിഗ്രന്റായിട്ട് അവിടെ കൊണ്ടുവന്നു. അതിനുശേഷം 93-ല് തമ്പിയും കുടുംബമായിട്ട് അവിടെ കൊണ്ടുവന്നു. ഞങ്ങൾ 3 പേരും കുടുംബസ്ഥരായി അവിടെ താമസിക്കുകയാണ്. അപ്പച്ചനും അമ്മച്ചിയും 87-ൽ ആദ്യമായിട്ട് അവിടെ വിസിറ്റിങ്ങിന് വന്നു. നമ്മുടെ 6 മാസം താമസിച്ചു. അതിനുശേഷം തിരികെ വന്നു. 90-ല് ഇമിഗ്രന്റായിട്ട് അവരെന്നേക്കുവാൻ താമസിക്കാവുന്നതായിരിക്കുന്ന എല്ലാവിധമായ സംവിധാനങ്ങളും അവിടെ കൊണ്ടുവന്നു. 7 വർഷക്കാലം ഞങ്ങളോടൊപ്പം താമസിച്ചു. വിവിധ ഭവനങ്ങളിൽ താമസിച്ചു, സന്തോഷിച്ചു. അതിനുശേഷം 97-ല് മടങ്ങിപ്പോരണം എന്നുള്ള നിർബന്ധ മനോഭാവം എന്റെ അമ്മായിപ്പൻ ഉണ്ടായിരുന്ന കാരണത്താലാണ് ഇങ്ങോട്ട് മടങ്ങി പോരേണ്ടതായിട്ട് വന്നത്. അവരിവിടെ താമസമാക്കുക. എന്നുവരെയും തന്നെയും 2 പേരും ഒറ്റയ്ക്ക് അവിടെ താമസിക്കുന്നതിലും ഇവിടെ കേട്ട പോലെ തന്നെ സർവ്വവിധമായ പരിചരണങ്ങളും സഹായങ്ങളും അവർക്ക് കൊടുക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ കൊണ്ടാവുന്നത് ദൈവം ഇടയാക്കി. അതോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇവിടെ അവരെ പരിഹരിക്കുവാൻ തക്കവണ്ണം, അവർ പ്രായമായി പരിഹരിക്കുവാൻ തക്കവണ്ണം നമുക്കറിയാം വേലക്കാരെ കിട്ടുന്ന കാര്യം വളരെ പ്രയാസമാണ്. ഞാൻ സ്നേഹിക്കുന്നതായിരിക്കുന്ന, ഞാൻ ബഹുമാനിക്കുന്നതായിരിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന അവരെ കർത്തദാസന്മാരെ ഇവിടെ ഇരിക്കൊണ്ട് അവരൊക്കെ മുഖാന്തരം പലപ്പോഴും അമ്മച്ചിക്ക് വേണ്ടി സഹായത്തിനായിട്ട് ആൾക്കാരെ ഒരുക്കുകയും അവരിവിടെ വന്ന് കർത്താവിന്റെ ഇതമറിഞ്ഞ് ഞങ്ങളുടെ മാതാപിതാക്കളെ സൂക്ഷിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഇവിടെ കേട്ടപ്രകാരം പെട്ടെന്ന് അമ്മച്ചിക്ക് താല്പര്യമുണ്ടായിരുന്നു. തമ്പാമയും അമ്മയും പെൻഷനായില്ലയോ, അവർക്ക് ഇനിയും വന്ന് ഞങ്ങളെ ഒന്ന് നോക്കരുതോ എന്ന് പൊന്നച്ചനോട് അമ്മച്ചി പറഞ്ഞു. അമ്മച്ചനോട് പറഞ്ഞ അറിയാ, ഇതാ അമ്മച്ചമ്മയുടെ ഉപ്പാപ്പൻ താല്പര്യം ഇതാ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു,
കുടുംബസ്ഥരായിട്ട് അവിടെ ഞങ്ങൾ മക്കളും അവരുടെ കുടുംബങ്ങളുടെ അവർ താമസിക്കുക. ഇവിടുത്തെ സംവിധാനമല്ല അവിടെ എല്ലാം ഇട്ട് നിർമ്മിച്ച് അവിടെ നിന്നിട്ട് പോരുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. എന്നാലും കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് എല്ലാ വർഷവും ഞാനും അമ്മണി അവധിയെടുത്ത് ഞങ്ങളുടെ ഒരു വരുന്നു സൂസമ്മ സ്കൂൾ നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നത്. അവർക്ക് ഓപ്പുള്ളപ്പോൾ അവളും അവധിയെടുത്ത് ഇവിടെ വന്ന് ശുശ്രൂഷിക്കുമായിരുന്നു. പെണ്ണമ്മയും ശുശ്രൂഷിക്കും. ഞങ്ങളെ കൊണ്ട് പരിമിതിക്ക് ഉള്ളത് അത്രയിലൊക്കെ വന്ന് ശുശ്രൂഷിക്കുകയും ഒക്കെ ദൈവം ചെയ്തുകൊണ്ടിരുന്നു. ദൈവം ഞങ്ങൾക്ക് അതിനുള്ളതായ ഭാഗ്യം തന്നു. അവർക്ക് അവരുടേതായ ഭാഗ്യം ലഭിച്ചു. പിതാവ് 2005 ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. അതിനുശേഷം മാതാവ് തന്നെ കഴിയുന്ന ഒരവസ്ഥയായിരുന്നു. എങ്കിലും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഏറ്റവും വളരെ കൃത്യനിഷ്ഠ പ്രിയ അമ്മച്ചിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ ഓർത്താൽ. ഇതുപോലെ വൃത്തിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന സൂക്ഷിക്കുന്നതായിരിക്കുന്ന ഒരു മാതാവിനെ ഉണ്ടോന്നെ എനിക്ക് സംശയമാണ്. ഇപ്പോൾ അവിടെ ചെന്ന് അലമാരി തുറന്ന് നോക്കിയ 2 അലമാരിക്കകത്തും ഓരോരോ കെട്ടുകൾ വെച്ചിരിക്കുക. നോക്കുന്ന എല്ലാം ഓരോ തുണികളാണ്. ഓരോ തുണിയുടെ അടിക്ക് തമ്മിൽ മറ്റുള്ളവൻ തൊടാതെ കണ്ട് എല്ലാം കെട്ടിവെച്ചിരിക്കുക. അതിലൊരു കറ പോലും കാണാൻ സാധ്യതയില്ല. ആഹാരം കഴിക്കാൻ ഇരുന്ന് അന്നത് അത് തന്നെയാണ്. ഒരു കൂട്ടാനും മറ്റു കൂട്ടാനും തൊടാൻ സമ്മതിക്കരുത്. അകറ്റി വെച്ചാണ് ആഹാരം കഴിക്കും. വളരെ കൃത്യനിഷ്ഠ എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടായിരുന്നു. അനേക കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ സമയമെടുക്കുന്നത്. ചില നാളുകൾക്ക് മുമ്പ് പറഞ്ഞു അമ്മണി എന്നാൽ കുറച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വിഷയമാണ്. 2 മാസമെങ്കിലും വന്ന് അമ്മണിക്ക് തന്നെ എൻ്റെ കൂടെ ഒന്ന് നിന്നാൽ നല്ലതായിരുന്നു ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു. അതും ദൈവം സാധിപ്പിച്ചു. ഇപ്പോൾ അമ്മച്ചിയെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന സഹോദരി ലീലാമ്മ ബീപുരം ഇവിടെ ഉണ്ട്. ലീലാമ്മയാണ് അമ്മച്ചി ഈ കഴിഞ്ഞ 8 മാസക്കാലം ഫെബ്രുവരി മുതൽ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അമ്മച്ചിക്ക് ക്ഷീണാവസ്ഥയായി കഴിഞ്ഞപ്പോൾ ലീലാമ്മ ഒരു ദിവസം പറഞ്ഞു, വിളിച്ചപ്പോൾ എന്നും വിളിക്കൂ പറഞ്ഞു അമ്മയോട് പറഞ്ഞു, അമ്മയെ എന്നെ കൊണ്ട് തന്നെ ഒന്നായിരിക്കുന്ന ഒരു സാവകാശമല്ല ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു സഹായത്തിന് ആളെ കിട്ടിയ നല്ലതായിരുന്നു എന്ന് പറഞ്ഞു. ആ പിറ്റേ ദിവസം വിളിച്ചു അന്ന് വേണ്ടി ഇപ്പൊ ഉടനെ വരണം, ഇപ്പൊ ഉടനെ വരണ്ട, അതൊരു ദിവസം ഛർദ്ദിച്ചതിന്റെ പ്രയാസമായിരുന്നു, മാറി ഇപ്പം എഴുന്നേൽക്കൊക്കെ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഇപ്പൊ വേണ്ട, ഇനി ഞാൻ വിളിക്കുമ്പോ വന്നാ മതി എന്ന് പറഞ്ഞു. 2 മാസക്കാലം സെപ്റ്റംബർ 7-ാം തീയതി അമ്മണിക്ക് ഇവിടെ എത്തിച്ചേരുവാനിടയായി. നവംബർ 9-ാം തീയതി വരെ ശുശ്രൂഷിപ്പാണ്. 2 മാസവും 2 ദിവസം ദൈവം ആഗ്രഹത്തെ ഇരുവരുടെയും ആഗ്രഹത്തെ സാധിപ്പിച്ചു കൊടുത്തു. മരിക്കുന്നതിന് മുമ്പ് ഒരാഴ്ച മുമ്പ് ഞാൻ വരുവാനിടയായി. അപ്പൊ എന്നോട് അമ്മണി വിളിച്ചു പറഞ്ഞു, രവതിയാണെങ്കിൽ ഇപ്പൊ വന്നാൽ അമ്മച്ചിയെ കാണാൻ സാധിക്കും എന്ന് പറഞ്ഞു. അപ്പൊ സഹായത്തിന് ആരുമില്ലാതെ 2 പേരും കൊണ്ട് തന്നെ പ്രയാസമായിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു അമ്മച്ചിയുടെ ആ നാടുകളിൽ. അതിനെ കൊണ്ട് കഷ്ടപ്പെടാതെ ഇവിടെയാക്കിയില്ല. എഴുന്നേൽക്കാനോ തന്നെ എഴുന്നേൽക്കാനോ ഇരിക്കാനോ സാധിക്കുന്നില്ല എന്നുള്ള പ്രയാസമല്ലാതെ മറ്റു പ്രയാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഒടുവിൽ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായി. ഞാൻ ഉടനെ തന്നെ ടിക്കറ്റ് നോക്കിയപ്പോൾ സൂസമ്മ വരുമെന്നുള്ള കാര്യങ്ങളോട് സൂചന ലഭിച്ചു. ഞങ്ങൾ ഡിസംബർ 1-ാം തീയതി അമ്മണി തിരിച്ചങ്ങ് വരുത്തപ്പോൾ 3 മാസത്തേക്ക് ടിക്കറ്റ് എടുത്താണ് വിട്ടത്. അപ്പോൾ അന്നേരം ആ സമയത്ത് വരുന്നതിന് മുമ്പ് സൂസമ്മ വരുമെന്നുള്ളതായിരിക്കുന്ന സൂചന ലഭിച്ചതിന്റെ വെളിച്ചത്തിൽ ഞാൻ എന്നാ വന്ന് കൊണ്ട് അമ്മച്ചിയും കാണാൻ ദിവസം സൂക്ഷിക്കാതിന് ശേഷം അമ്മണിയും കൊണ്ട് വാങ്ങുന്നത് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് ഹോൾഡ് ചെയ്യാൻ പറഞ്ഞു, ടിക്കറ്റ് ഇഷ്യൂ ചെയ്തെന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെ വിളിച്ചു പറഞ്ഞ പറഞ്ഞു സൂസമ്മ ഡിസംബർ 3-ാം തീയതി വരുമെന്നുള്ളത് അമ്മയോട് നേരിട്ട് വിളിച്ചു പറഞ്ഞതിനനുസരിച്ച് ഞാൻ ടിക്കറ്റ് അടുത്ത ദിവസം തന്നെ ഞാൻ വണ്ടി കയറി ഇനി പോവുകയാണ്. പിന്നെ കണ്ണും തുറന്ന് 2 ശ്വാസം എടുത്തു തിരിച്ചു. അതിന് മുമ്പ് ഡോക്ടർ റെജി വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, കണ്ണിന്റെ കൃഷ്ണമണി നോക്കിയിട്ട് പറഞ്ഞു, എന്നെ വിളിച്ച് മാറ്റി നിർത്തിച്ച് പറഞ്ഞു, അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോളാം. ഞാൻ ഉടനെ അറിയാവുന്നവരെല്ലാം എന്റെ പ്രിയപ്പെട്ടവരെയൊക്കെ പലരെയും ഞാൻ വിളിച്ചു. പന്നിച്ചിട്ട് വളകത്ത് അവിടെ മീറ്റിംഗിലായിരുന്നു. പന്നിച്ചിനെ വിളിച്ചു പറഞ്ഞു, പരിഹാരത്തിൽ ഞാൻ അവിടെ വിളിച്ചു പറഞ്ഞു, ജോയിയെ വിളിച്ചു പറഞ്ഞു, അങ്ങനെ പലരെയും വിളിച്ചു പറഞ്ഞു, ഉത്തരങ്ങാവിൽ വിളിച്ചു പറഞ്ഞു. അല്പം കഴിഞ്ഞ് ഡോക്ടർ റെജി അങ്ങോട്ട് വീണ്ടും വീട്ടിൽ ചെന്ന് കയറി കാണില്ല. കയറിയപ്പോഴത്തേക്ക് ഞാൻ വീണ്ടും അപ്പോഴാണ് ഇവിടെ സംഭവം. ഡോക്ടറോട് റെജിയെ വിളിച്ചു പറഞ്ഞു, ഡോക്ടർ പെട്ടെന്ന് വന്നിട്ട് സംഗീത അവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ ഈ പ്രൊനൗൺസ് അമ്മച്ചീസ് ഉടനെ തന്നെ വിളിച്ച് വിവരങ്ങൾ പറഞ്ഞു. ശാന്തമായി ഒരു വിടുതല് ദൈവം നിങ്ങളുടെ മാതാവിനെ കൊടുത്തു. ഞാൻ അവിടെ കൊണ്ട് വളരെ അവസാനിപ്പിക്കും. ഇനി അങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്നല്ലോ ദൈവത്തിന്റെ കരങ്ങളിൽ ഇരിക്കുന്നതായിരിക്കുന്ന കാര്യങ്ങളാണ്. പലർക്കും ഞാൻ എപ്പോഴും ഒരു കാര്യങ്ങളെ ഓർക്കാറുണ്ട്. ഏത് കാര്യങ്ങളും ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന നമുക്ക് സമാധാനം, സന്തോഷം, ആശ്വാസം അവിടെ ലഭിക്കുകയുള്ളൂ. മനുഷ്യരെ ആശ്രയിക്കാതെ ഓവയിൽ ആശ്രയിക്കാൻ നല്ലത്, പെരുക്കന്മാരെ ആശ്രയിക്കാതെ ഓവയിൽ ആശ്രയിക്കാൻ നല്ലത്, സഹായിക്കാൻ കഴിയാത്ത മനുഷ്യപുത്രൻ ആശ്രയിക്കരുത്. എന്നാൽ നാം മാനുഷികമായി ഭൂമി ജീവിക്കുമ്പോൾ നമുക്ക് മനുഷ്യ സഹായം ആവശ്യമാണ്. നമ്മുടെ അനുഭവിക്കുന്നവരാണ്, നമ്മൾ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ ദൈവം അറിയാതെ ദോഷങ്ങളൊന്നും ചെയ്യുകയില്ല. മാതാവിന്റെ ആഗ്രഹപ്രകാരം അധികം കിടന്ന് കഷ്ടപ്പെടാതെ കൊണ്ട്
കടന്നു പോകണം. കഷ്ടം നീട്ടിക്കൊടുക്കരുതേ കർത്താവേ എന്നുള്ളതായിരിക്കുന്ന ഒരു പ്രാർത്ഥനയായിരുന്നു എന്റെയും എന്റെ സഭയുള്ളതായ വിശ്വാസികളുടെയും ഇവിടെയുള്ളതായ എല്ലാവരുടെയും പ്രാർത്ഥന. അതുപോലെ ഐസക് പറഞ്ഞതുപോലെ തന്നെ ഐസകിന്റെ പ്രാർത്ഥന ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് പ്രാർത്ഥന വിഷയം അത് തന്നെയായിരുന്നു. ദൈവം എല്ലാവരുടെയും പ്രാർത്ഥനയെ മാനിച്ചു. തനിക്ക് വേണ്ടി ഒരുക്കതാലിക മനോഹരമായ ഭവനത്തിലേക്ക് ചേർക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. കഴിഞ്ഞ 86 വർഷക്കാലം ജീവിച്ചിട്ട് പലരുടെയായി കഴിഞ്ഞ വെള്ളിയാഴ്ച 8 മണിക്ക് ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. അങ്ങനെ ആ ഒരു കാരണത്താലാണ് നാം ഇവിടെ വന്നിരിക്കുന്നത്. ദൈവമേ, നിങ്ങൾ വന്ന എല്ലാ വിഷയങ്ങൾക്കും എല്ലാവർക്കും നന്ദി പറയുകയാണ്. ഇനി ഞാൻ എന്റെ ദൗത്യത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നു. നന്ദി പറയാനായിട്ടാണ് എനിക്ക് സമയം തന്നിരിക്കുന്നത്. ദൈവനാമത്തിൽ ഞങ്ങളുടെ മാതാവിന് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും, നന്ദിക്കാട് സഭയ്ക്ക് മാത്രമല്ല എല്ലാ ദൈവമക്കൾക്കും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ദൈവനാമത്തിന് ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഇവിടെ ഈ ശുശ്രൂഷയെ സഹായിച്ചതായിരിക്കുന്ന മ്യൂസിക് ടീം, അതുപോലെ തന്നെ മോനിച്ചൻ, പിന്നെ ഫോട്ടോഗ്രാഫി എടുത്ത മോനിച്ചനും മറ്റുള്ളതായിരിക്കുന്ന ഏതെല്ലാം കർത്തവ്യങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ടോ അവരെല്ലാവരും, എനിക്ക് എല്ലാ കാര്യങ്ങളും ഓർമ്മയില്ല, വന്നിട്ട് ഞാൻ ലിസ്റ്റുണ്ട്. അവരെല്ലാവർക്കും വേണ്ടി ഞാൻ ദൈവനാമത്തില് ഞങ്ങളുടെ കുടുംബമായിട്ടതായിരിക്കുന്ന നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ചും പത്തനംതിട്ട ക്രിസ്ത്യൻ മെഡിക്കൽ അവിടെ മോർച്ചറി അവിടെ വംശ ബോഡികളൊക്കെ അനുവദിച്ചതായിരിക്കുന്ന അവർക്കും അതിന്റെ കാര്യങ്ങൾ നിർവഹിച്ചത് അവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. ഡോക്ടർ റെജി ആൻഡ് ഡോക്ടർ ലൂസി, ഐ കനോട്ട് ഫോർഗെറ്റ് ദം. ഇങ്ങനെ ഡോക്ടർമാരുടെ ശുശ്രൂഷ ലഭിച്ച ഏതെങ്കിലും മാതാപിതാക്കള് ഉണ്ടോ എന്നുള്ള സംശയമാണ്. തൊട്ടുമുറ്റത്ത് റോഡ് തുറന്ന ഡോക്ടർ റെജിയുടെ വീടാണ് കാണുന്നത്. അവരെയാണ് ശമനം കാണുന്നത്. ആദ്യം എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ വീട്ടിൽ വന്ന് ചികിത്സിക്കുകയും കണ്ടു വിവരങ്ങൾ അറിയുകയും അതെല്ലാം തന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞാൽ ഉടനെ തന്നെ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുകയും മരുന്ന് ഫാർമസിയിൽ നിന്ന് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ട് കൊടുത്തിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് ഒരു ഡോക്ടർമാരും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഫ്രീ ഓഫ് കോസ്റ്റ്. അങ്ങനെ ഞാൻ ശുശ്രൂഷ ചെയ്ത് അവർക്കും എത്രമാത്രം നന്ദി പറഞ്ഞെന്നാലും മതിയാകുന്നത്. അതുപോലെ നന്ദിക്കാട്ടെ സഭയെ കാണിച്ചായിരിക്കുന്ന എല്ലാവിധമായ സഹകരണങ്ങളും വലുതുഷന്മാർക്കും നന്ദി പറയും. ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുക. എന്നെ സ്നേഹിക്കുന്ന ഒരു കർത്താവിന്റെ ദാസൻ മത്തായി ഇപ്പം കാരിച്ചാൽ അസംബ്ലി, കാരിച്ചാലുള്ളതായിരിക്കും നമ്മുടെ ഒരു പുതിയ അസംബ്ലി കൂടി വരെയുണ്ട്. അവിടെ ശുശ്രൂഷിക്കുന്ന കർത്താവിനെ ശുശ്രൂഷിക്കുന്ന വർഗീസ് മത്തായി ഇവിടെ വന്നിട്ടുണ്ട്. താൻ കഴിഞ്ഞ നാളുകളിൽ കഴിഞ്ഞ 6-8 മാസക്കാലം മാതാവിന് വേണ്ടി ചെയ്തതായി ഒരു കാലത്തും മറക്കാൻ സാധ്യമല്ല. കാരണം വീട്ടിൽ വന്നതോട് അവിടുത്തെ ട്രാഫിക് അത്രമാത്രം പ്രയാസമാണ്. അതുകൊണ്ട് എന്റെ ആഗ്രഹം പ്രമാണിച്ച പ്രിയ കർത്താവിന്റെ ദാസൻ എല്ലാ തിങ്കളാഴ്ചയും എവരി മൺഡേ എവരി വീക്ക് അവിടെ നിന്നും വന്ന് വീട്ടിൽ നമുക്ക് വിവരങ്ങളൊക്കെ അന്വേഷിക്കുകയും സാധനം വാങ്ങിച്ചു കൊടുക്കുകയും വന്നിട്ട് എന്നെ മിസ് കോൾ ചെയ്യും. അന്നുള്ള വിവരങ്ങൾ വന്ന് എന്നെ അറിയിച്ചുകൊണ്ട് ഇരിക്കുമായിരുന്നു. ആ കർത്താവിന്റെ ദാസനെ എത്ര നന്ദി പറഞ്ഞിരുന്നാലും മതിയാകുന്നതല്ല. വിളിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവത്തിന്റെ നാമത്തില് ഞാൻ എന്റെ കുടുംബത്തിന്റെ പേര് നന്ദി അറിയിക്കുന്നു. വന്നിട്ടും കൊടിമുണ്ടൂർ കാര്യം ഇവിടെ പ്രസ്താവിച്ചു. ഞങ്ങൾ ആരുമില്ലായിരുന്ന അവസരത്തിൽ ഞങ്ങളുടെ മാതാപിതാക്കളുടെ ഊരിലായിരുന്നപ്പോൾ ആസ്പത്രിയിൽ കൊണ്ടുപോകാനും കൊടിമോൻ പറഞ്ഞതുപോലെ കൂടുതൽ ശുശ്രൂഷിക്കാനും രാത്രികാലങ്ങളിൽ അവിടെ ഉറങ്ങുവാനും അവിടെ മനസ്സ് വെച്ചു. എത്ര നന്ദി പറഞ്ഞിരുന്നാലും മതിയാകുന്നതല്ല. ദൈവം അവർക്ക് പ്രതിഫലം കൊടുക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. വന്നിട്ടുള്ളതുപോലെ തന്നെ നാട്ടിൽ വന്നതിന് ശേഷം ദിവസവും ഞങ്ങൾ മിക്കവാറും കോണ്ടാക്ട് അന്നുള്ള വിവരങ്ങൾ എന്നെ അറിയിച്ചുകൊണ്ടിരിക്കും. ഞാൻ പണിച്ചതിനോട് ബന്ധപ്പെട്ട് വിവരങ്ങളൊക്കെ പറഞ്ഞ പോലെ ഒരു ദിവസം പോലും കേളാത്തതായിരിക്കുന്ന ദിവസങ്ങളില്ല. കാണത്തിൽ കയറി വിഷയങ്ങളൊക്കെ അറിയുകയും എന്നെ അറിയിക്കുകയും ചെയ്തിരുന്ന അത്രമാത്രം തിരക്ക് പിടിച്ചതായിരിക്കുന്ന ഈ പ്രായത്തിലുള്ളതായിരിക്കുന്ന ആരെങ്കിലും കർത്താവിന്റെ ദാസന്മാരുണ്ടെങ്കിൽ സംശയമാണ്. അനേകം ചുമതലകളാണ് പ്രിയപ്പെട്ടൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജോസ് സാറും ദിലീപ് സാറും ഒക്കെ പ്രായമായിരിക്കുന്നു. അവർക്ക് ചെയ്തുകൊണ്ടിരുന്ന ശുശ്രൂഷയും മറ്റു പല കാര്യങ്ങളും ഒക്കെ എത്താനാണ് ഇപ്പോൾ ഏറ്റവും നടക്കുന്നത്. ഒരു വിശ്രമം പോലും ഇല്ല. എന്ന വഴിയിൽ തന്നെയും പ്രിയ മാതാവിനെ വന്ന് കാണുവാനും എടുക്കുവാനും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനുള്ള മനസ്സ് ദൈവം പ്രിയപ്പെട്ടു കൊടുത്തു. അവന് കുഞ്ഞമ്മയും അവർ രണ്ടുപേരെയും ചെയ്താല് നമുക്ക് മറക്കാനായിട്ട് കഴിയുകയില്ല. അവരോട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ചെയ്തതായിരിക്കുന്ന എല്ലാ ഉപകാരങ്ങൾക്കും അവരോട് ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റുള്ള പരിചയത്തുള്ളതായിരിക്കുന്ന അനടിയന്മാരെ പൊടിമോനും അതുപോലെ ടോംകുട്ടിയും രാജുവും ജോയും അവരെല്ലാവരും തന്നെ അനേക ദിവസങ്ങളും നമുക്ക് സൂക്ഷിച്ചിട്ടുണ്ട്. അവരോടും ഞങ്ങളുടെ നന്ദിയെ രേഖപ്പെടുത്തിക്കൊള്ളും. മറ്റെല്ലാ പ്രിയപ്പെട്ടവരും
കൂട്ടുസഹോദരങ്ങളോട് എല്ലാവരോടും എന്റെ ആത്മാർന്ന ഞങ്ങളുടെ കുടുംബത്തിന്റെയും നന്ദി അറിയിച്ചുകൊള്ളുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഇങ്ങനെ ഒരുമിച്ച് കൂടി വന്ന് ഈ ശുശ്രൂഷ പങ്കുകൊള്ളുവാൻ തക്കവണ്ണം ദൈവങ്ങളുടെ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. അന്നുക്കാട് സഭയോട് പ്രത്യേകത ഞാൻ കടപ്പെട്ടിരിക്കുന്നു. വിശേഷാലെ അവരെ മോളത്തെ പുരുഷന്മാരെ പ്രത്യേക ഒരു കാര്യം ഓർക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ മാതാവിടെ ഉണ്ടായിരുന്നപ്പോൾ തങ്കച്ചൻ സഭയുടെ ഏവരാണ് കണ്ണൂർ ഏകദേശം തങ്കച്ചനും അന്നമ്മയും എല്ലാ മാസത്തിൽ ഒരിക്കലും കുറഞ്ഞത് തൊട്ടടുത്ത 2 പുഴയുടെ പുറയിലാണ് താമസിക്കുന്നത്. അവര് വേണ്ടി വന്ന് അമ്മച്ചിയുമായിട്ട് സമയങ്ങൾ ചെലവഴിക്കുകയും അമ്മച്ചിയുടെ വിവരങ്ങളൊക്കെ ചോദിച്ച് അന്വേഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളത് ഞാൻ ഈ കാരണം നന്ദിയോടെ ഓർക്കുകയാണ്. മുഖാന്തരമായിരിക്കുന്ന ഭവനാണ് എന്നെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന PM എബ്രഹാം ചെറുപുഴ സഹോദരനോട് സംസാരിച്ച് ഞാൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് സഹോദരൻ വേറൊരാളിനെ എനിക്ക് പരിചയപ്പെടുത്തുന്ന ആ സഹോദരനോടെയാണ് ചിന്നമ്മയെ അവിടെ ലഭിച്ചത്. 2 വർഷക്കാലം ചിന്നമ്മ മാതാവിനെ വന്ന് ശുശ്രൂഷി 2 വർഷക്കാലം അമ്മച്ചിക്ക് സഹായമായിരുന്നു. അതിനുശേഷമാണ് പിന്നെ CT ജോണിക്കൂടി ജോണിക്കൂടി വേറെ സുവിശേഷ മുഖാന്തരം ഒരാളെ ഒരുക്കി ആ 6 മാസം അവിടെ നിന്നിരുന്നു. ഇങ്ങനെ എനിക്ക് അപ്രോച്ച് ചെയ്യാവുന്ന അനേകരെ സമീപിച്ച് ഞങ്ങൾ ഇവിടെ ഇല്ലെന്ന് വരിയിൽ തന്നെ അമ്മയ്ക്ക് സഹായത്തിനായിട്ട് ആൾക്കാരെ അന്വേഷിക്കുകയും ഒരുക്കുകയും ചെയ്യുന്നു. ദൈവം തക്ക സമയത്തായൊക്കെ വഴികളെ തുറന്നുകൊണ്ടിരുന്നവർ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യണം. അമ്മയ്ക്ക് സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ദൈവം മഹത്വപ്പെടുന്നതാണ്. ഞാൻ പ്രാർത്ഥിച്ച ആശീർവാദം പറഞ്ഞ് ഈ ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഒരു വാക്ക് ഞാൻ പറഞ്ഞോളട്ടെ. ഈ പ്രിയപ്പെട്ട സഹോദരിയുടെ എന്റെ കുടുംബത്തിനും ചർച്ചിനുമുള്ള അനുശോചനവും ഇപ്പോൾ ഞാൻ രേഖപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരി ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവളായിരുന്നു എന്നുള്ള കാര്യം ഞാൻ ഒരുപാട് ഓർമ്മിക്കട്ടെ. കൂടുതലൊന്നും ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. അതിന്റെ കരുണാസങ്ങളിൽ നിന്നും മഹോന്നതനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, സകലത്തിന്റെ സൃഷ്ടാവും പരിപാലനമായ കർത്താവെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ കൃപ ഞങ്ങൾക്ക് ധാരാളമായി തുറന്നു തന്നുകൊണ്ടിരിക്കുന്നു. കർത്താവ് ഞങ്ങളെ സ്നേഹിക്കുന്നു. ഞങ്ങളെ വിളിച്ചു വേർപ്പെടുത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കോണം ഒരു ജനത്തെ അവിടുന്ന് ഒരുക്കി എന്നുള്ള സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഞങ്ങളുടെ സഭയായി തിരുമുഖത്തെ മുഹക്കുവാൻ അവിടുന്ന് ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. വിശേഷാല കർത്താവെ ഈ സന്ദർഭം അവിടുന്ന് അറിയുന്നു. ഇനി പ്രിയപ്പെട്ട സഹോദരിയുടെ ദേഹവിയോഗം അതുള്ള ബന്ധത്തിലാണ് നിങ്ങളിവിടെ കടന്നു വന്നത്. അനേകര കർത്താവെ അതുള്ള ബന്ധത്തിൽ കടന്നു വന്നു. പല സ്ഥലത്തു നിന്ന്, പല പ്രദേശങ്ങളിൽ നിന്ന്, പല രാജ്യങ്ങളിൽ നിന്ന്, ചുറ്റുപാടുമുള്ള നിലയിൽ നിന്നെല്ലാം എല്ലാവരും കടന്നു വന്ന് ഇങ്ങനെ ഒരുമിച്ചൊരു കർത്താവെ കൂടിവരവോട് ഞങ്ങൾക്ക് ഒരുക്കി തന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഞങ്ങൾക്ക് ഈ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ കർത്താവ് അനുകൂല സാഹചര്യങ്ങളെ നൽകി തന്നു. കർത്താവിന്റെ ദാസന്മാരെ അവിടെ നയിച്ചു തന്നു. അതുപോലെ എല്ലാ നിലയിലും അനുഗ്രഹീതമായ ഒരു സാഹചര്യം അവിടെ നൽകി തന്നതിനാൽ സ്തോത്രം. കർത്താവെ പ്രിയദാസി ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രിയങ്കയായിരുന്നു. കർത്താവെ നല്ല സാക്ഷ്യം പുലർത്തി തന്റെ വിശ്വാസം കാത്തു സൂക്ഷിച്ചു. നല്ല ഓട്ടം ഓടി കർത്താവെ ഇവിടെ കർത്താവെ ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കാൻ തക്കണം, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കാൻ തക്കണം അവിടെ കൃപയിരിക്കുന്നു. തക്ക സമയത്ത് അവിടുന്ന് വിളിച്ചു ചേർത്തു എന്നോർത്ത് സ്തോത്രം. നല്ല ആയുസ്, നല്ല കുടുംബജീവിതം, നല്ല സഭാജീവിതം എല്ലാം അവിടുന്ന് പ്രദാനം ചെയ്തു. അനുഗ്രഹീതമായ നിലയിൽ കർത്താവിന് സന്നിധിയിൽ ചേർക്കപ്പെടുവാനിടയാക്കിയല്ലോ എന്നോർത്ത് സ്തോത്രം. മക്കള് കർത്താവെ അമേരിക്ക എന്നവര് കർത്താവെ അവർക്കും കടന്നു വന്ന് ഈ ശുശ്രൂഷകളൊക്കെ ഇതുപോലെ പങ്കെടുക്കുവാൻ തക്കണം. അതുപോലെ മാതാവിനെ ശുശ്രൂഷിപ്പാൻ നിലയാക്കി അതിനായി സ്തോത്രം ചെയ്തു. കർത്താവ് എല്ലാ നന്മകളും പ്രദാനം ചെയ്തിരിക്കുക. സ്തോത്രം. കർത്താവെ ഞങ്ങളെ തന്നെ പരിശോധിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള അവസരങ്ങളാണ് നിയമമുള്ളത്. കർത്താവെ കൂടുതൽ ആത്മീയമായി ശക്തിപ്പെടുവാനും പ്രത്യാശയോടെ ജീവിക്കാനും
ഈ മുഖാന്തരങ്ങളൊക്കെ ഞങ്ങളെയും ഓർപ്പിക്കുന്നു. അത് ഞങ്ങളെ വിധേയരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ സെമിത്തേരിയിലേക്ക് കടന്നു പോകുന്നു. അവിടെ ശുശ്രൂഷകളൊക്കെ നിറവേറ്റുന്നതായിട്ടുണ്ടല്ലോ. ആ കാര്യങ്ങളിൽ കർത്താവിന്റെ സാന്നിധ്യം ധാരാളം ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ കാലാവസ്ഥയൊക്കെ അനുകൂലപ്പെടുത്തിയിരിക്കാൻ സ്തോത്രം ചെയ്യും. കർത്താവെ ഇപ്പോൾ യാത്രയാകുന്നു. യാത്രയിലും തുടർന്നുള്ള ശുശ്രൂഷകൾക്കും കർത്താവിന്റെ സാന്നിധ്യം ആത്മാവിന്റെ സാന്നിധ്യം ധാരാളമായി ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപേക്ഷിക്കുന്നു. കേൾക്കുമാറാകണമേ. സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ പരിപാലനവും സാന്നിധ്യവും ഞങ്ങളുടെ ഈ ശുശ്രൂഷകളോട് തുടർന്നുള്ള ശുശ്രൂഷകളോടുകൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ റൂട്ടിലൊരു ചെറിയ വ്യത്യാസം. ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാൻ എത്തുന്നേ. ഞാനെൻ നാഥന്റെ ചാരി വിട്ടെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി? ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി വിട്ടെന്നൊപ്പമുണർന്നിടാൻ. ദേഹമെന്നൊരാ വസ്ത്രമൂരി ഞാൻ 6 അടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ. മാലാഖമാരും ദൂതരും തുടർന്നു പോ. ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാൻ. എത്തുന്നേ ഞാനും നാഥന്റെ ചാരി വിട്ടെന്നൊപ്പമുണർന്നിടാൻ. സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവെന്നോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിന്മനം? ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ, കർത്താവേ ഇല്ല തെല്ലുമേ. എത്തി ഞാൻ
ഞാനെത്തി സന്നിധേ, ഇത്ര നാൾ കാത്ത സന്നിധേ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭക്തഭാവനെ ആകാശമപ്പുറം ചൂടിടുമ്പോൾ പേർ വിളിക്കും നേരം കാണുമെൻ പേരും. പേർ വിളിക്കും നേരം ദൈവത്തോളം സഹായിച്ചുകൊണ്ട് ഇറങ്ങി വാഴ്ത്തുന്നു. നിന്റെ ദാസിക്ക് നല്ലൊരു ജീവിതം അനുവദിച്ചു കൊടുത്തു. 86 വർഷക്കാലം കർത്താവെ ഭൂമിയിൽ ജീവിക്കാൻ അവിടെ അനുവദിച്ചു. അങ്ങയുടെ ദാസൻ ചില വർഷങ്ങൾക്ക് മുമ്പേ വിശ്രമിക്കുന്ന ഈ സെമിത്തേരിയിൽ പ്രിയ മാതാവിനോട് ചേർന്ന് ഈ ഭൗതിക ശരീരം അടക്കുവാൻ ഞങ്ങൾക്ക് അനുവദിച്ചു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നീ ഞങ്ങളെ സഹായിച്ചു. കർത്താവെയും മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ അവരവിടെയായിട്ട് ദൈവം അവർക്ക് ദാനമായി നൽകി. മക്കൾക്കൊക്കെ വരുവാനും ഭക്തിയുള്ള പുരുഷന്മാർ സേഭാനോസിനെ അടക്കം ചെയ്തെന്ന് പറയുന്ന വചനപ്രകാരം അങ്ങയുടെ ദാസിയെ അടക്കം ചെയ്യുവാനായി ഞങ്ങളിവിടെ കൂടി വന്നിരിക്കുന്നു. ശുശ്രൂഷകളൊക്കെ അവിടുന്ന് ആദരിച്ച് അനുഗ്രഹിച്ചു. തിരുനാമത്തിൽ നന്ദിയോട് സ്തോത്രം. ഞങ്ങൾക്ക് ന്യായം ചെയ്യാൻ കഴിയുന്നത് നിന്റെ ദാസിയുടെ ഭൗതിക ശരീരം ഈ കല്ലറയിൽ മറവ് ചെയ്യുക എന്നുള്ളതാണ്. നല്ല കാലാവസ്ഥ നൽകി അനേകർക്ക് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ എത്തിച്ചേർന്ന് ഞങ്ങൾക്ക് ഒന്നിച്ച് നിന്റെ ദാസിയെ സംസ്കരിക്കുവാൻ സഹായിച്ചതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരു വലിയ ക്രിസ്ത്യ പ്രത്യാശ ഞങ്ങൾക്കുണ്ട്. വിളിക്കുന്ന ഞങ്ങൾ വീണ്ടും കാണും. ഈ മാതാവിനെ കർത്താവെ ഞങ്ങൾ നിരാശയോടല്ല അടക്കം ചെയ്യുന്നത്. ഇപ്പോൾ താഴ്ചയുള്ള ഈ ശരീരം എല്ലാ നിലയിലും പോരായ്മകളിൽ ശരീരം മാറി അങ്ങയുടെ മുഖത്തോട് ശരീരത്തോട് രൂപാന്തരപ്പെടുന്ന ഒരു ശരീരത്തോടുകൂടി ഞങ്ങൾക്ക് വീണ്ടും കാണാമെന്നുള്ള വലിയ പ്രത്യാശ നൽകിയിരിക്കുന്നുണ്ട്. സ്തോത്രം. ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായി സ്തുതിക്കുന്നു. ദൈവകരങ്ങൾ എല്ലാ കാര്യവും സമർപ്പിക്കുന്നു. കർത്താവിന്റെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട ഉത്തരം നൽകുമാറാകണമേ. ദൈവത്തോളം സഹായിക്കും. ദീർഘവർഷങ്ങളിൽ ഭൂമിയിൽ ദൈവപൈതരായി വിശ്വാസം കാത്ത് ഓട്ടം ഓടി ജയിക്കുവാനാണ് വലിയവനായി കൃപ ചെയ്തു. നാമകാര്യങ്ങളുടെ സ്മരിക്കപ്പെടുകയായിരുന്നു. മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ വായിക്കും. അനുകൂലമായി മനുഷ്യരിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്നു. മനുഷ്യമൂലം മരണമുണ്ടായാൽ മനുഷ്യരുടെ ഉദ്ധാനവും മനുഷ്യമൂലം ഉണ്ടായി. ആദാമിലെല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിലെല്ലാവരും ജീവിക്കപ്പെടും. ഓരോരുത്തരും താന്താന്റെ നിവേദനത്തിൽ ആദ്യങ്ങളും ക്രിസ്തു പിന്നെ ക്രിസ്തുള്ളവർ പിന്നെ അവസാനം. അന്ന് ഞങ്ങൾ എല്ലാ ആഴ്ചകൾക്കും ശ്രദ്ധിക്കും. നീക്കം വെച്ചിട്ട് രാജ്യം പിതാവായ ഏൽപ്പിക്കുന്നു. അവൻ സകല ശത്രുക്കളെയും കാൽപ്പിലാക്കോളും കാലങ്ങളാകും. ഒടുക്കത്തെ ശുദ്ധമായിട്ട് മരണം നീങ്ങിപ്പോകും. സകലത്തെയും അവന് കാൽപ്പിലാക്കിയിരിക്കുന്നു എന്നുണ്ടല്ലോ. സകലവനെ കീഴ്പ്പെട്ടിരിക്കുന്നുവെന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴ്പ്പെടുത്തി കൊടുക്കുന്നു ഒഴിയാത്രയും പ്രശ്നം. എന്നാൽ അവന് സകലവും കീഴ്പ്പെടുത്തിയ ശേഷം ദൈവം സകലത്തിനും സകലവും ആയതിന് പുത്രൻ താനും സകലവും തനിക്ക് കീഴ്പ്പെടുത്തുമെന്ന് കൊടുക്കുമെന്ന് കീഴ്പ്പെട്ടിരിക്കുന്നു. 15-38 വായിക്കുന്നു. പക്ഷേ ഒരുവൻ മരിച്ചവരെങ്ങനെ ഉയർത്തുന്നുവെന്നും ഏതൊരു ശരീരത്തോളം വരുന്നുവെന്നും ചോദിക്കുന്നു. മൂടാങ്ങി വിതയ്ക്കുന്നത് ചത്തില്ലായെങ്കിൽ ജീവിക്കുന്നില്ല. വിതയ്ക്കുന്നതോ കൊണ്ടുപോകാനുള്ള ശരീരമല്ല, ബോധമിൻ്റെയോ മറ്റു വല്ലതിൻ്റെയോ വെറും മണിയത്തിലെ വിതയ്ക്കുന്നത്. ദൈവമോ തന്റെ ഇഷ്ടം പോലെ അതിനൊരു ശരീരവും ഓരോരുത്തരും അതതിന്റെ ശരീരവും കൊടുക്കുന്നു. സകല മാംസവും ഒരുപോലെയുള്ള മാംസമല്ല. മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, പക്ഷികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസം വേറെ. സ്വർഗീയ ശരീരങ്ങളും ഭൗമശരീരങ്ങളുമുണ്ട്.
സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ, സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മരിച്ചവരുടെ പുനരുത്ഥാനം അവണ്ണം തന്നെ. ദ്രവത്വത്തിൽ വിതയ്ക്കുന്നു, അദ്രവത്വത്തിൽ ഉയർത്തുന്നു. അപമാനത്തിൽ വിതയ്ക്കുന്നു, തേജസ്സിൽ ഉയർത്തുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർത്തുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉയർത്തുന്നു. പ്രാകൃത ശരീരമുണ്ടെങ്കിൽ ആത്മീയ ശരീരവുമുണ്ട്. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദൈവയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. എന്നാൽ ആത്മീയമല്ല, പ്രാകൃതമത്രേ ഒന്നാമത്തേത്. ആത്മീകം പിന്നത്തേതിൽ വരുന്നു. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്ന് ഉള്ളവൻ. മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരും ആകുന്നു. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. സഹോദരന്മാരെ, നാം സത്യങ്ങളുടെ ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയില്ല. ഈ ദ്രവത്വം അദ്രവത്തെ അവകാശമാക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മക്കളോട് പറയാം, നാം എല്ലാവരും ദ്രവമില്ല. എന്നാൽ അന്ത്യകാഹളനാഥത്തിൽ പെട്ടെന്ന് കണ്ണുവെപ്പിലൂടെ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, അരിവേക്ഷയായും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ള അന്തരത്വത്തെയും ഈ മർത്യമായ അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ള അന്തരത്വത്തെയും ഈ മർത്യമായ അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീ ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന വചനം നിവൃത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. നമ്മുടെ പിതാവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന്റെ സ്തോത്രം. ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കുക. കർത്താവിന്റെ പേരിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുകയും. പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും പ്രത്യാശയില്ലാത്തവരുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്രയുള്ളവരെ കുറ്റമില്ലാതിരിക്കരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിക്കുകയും ചെയ്തുവെന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടുവരികയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷതവരെ ജീവനോട് ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടുള്ള ശബ്ദത്തിൽ നിറഞ്ഞു വരികയും ക്രിസ്തുവിൽ മരിച്ചവരും ഉയർത്തുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശംസിക്കുകയും കർത്താവിൽ ആശ്രയിച്ച് നമ്മെ വിട്ട് ക്രിസ്തുവിലേക്ക് കേൾക്കപ്പെട്ട മാതാവിന്റെ ഭാവി പ്രത്യാശയെ അനുസ്മരിപ്പിക്കുന്നത് നമ്മുടെയും പ്രത്യാശയെ അനുസ്മരിപ്പിക്കുന്നതാണ്. കർത്താവിന് ശരണപ്പെട്ട് കർത്താവിനെ സ്വീകരിച്ച് ദൈവമക്കളായി കർത്താവിന് നിദ്ര പ്രാപിക്കുന്ന വിശുദ്ധന്മാർ പുനരുത്ഥാനം ചെയ്യുവാനുള്ള ഒരു ദിവസം വരുന്നു എന്ന് തിരുവഴുത്തിൽ നമ്മളെ ഓർമ്മിക്കുകയാണ്. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നുള്ള കാര്യം പ്രസ്താവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഈ സമുദ്രയിൽ അനേകം കല്ലറകളുണ്ട്. കർത്താവിൽ ആശ്രയം വെച്ച അനേകം വിശുദ്ധന്മാർ ഇവിടെ വിശ്രമിക്കുന്നുണ്ട്. കാഹളം ധ്വനിക്കുമ്പോൾ തെസ്സലോനിക്കയിലേക്ക് നാം വായിച്ചിട്ടുള്ളതുപോലെ കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും ഇവിടെ സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വരുമ്പോൾ ഈ മണ്ണിൽ വിശ്രമിക്കുന്ന വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ഈ പ്രിയമാതാവ് ഉയർത്തെഴുന്നേറ്റ് വരും. അതാണ് ദൈവവചനം നമുക്ക് ഉറപ്പായിട്ട് തരുന്ന പ്രത്യാശ. സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ, പ്രിയമാതാവ് വിശ്രമിക്കുകയാണ്, കർത്താവിന്റെ സന്നിധിയിൽ ആശ്വസിക്കുകയാണ്. ഇനി പ്രതിഫലത്തിന് വേണ്ടി വരും. പ്രവാചകനായ ദാനിയേലിനോട് ദൈവം പറഞ്ഞ വാക്കുകൾ നമുക്ക് ഓർമ്മയുണ്ടല്ലോ, നീയോ പോയി വിശ്രമിക്കുക, കാലാവസാനത്തിൽ നിന്റെ ഓഹരി പ്രാപിക്കുവാൻ എഴുന്നേറ്റ് വരും. ഈ പ്രിയമാതാവ് തന്റെ ഓഹരി പ്രാപിക്കുവാൻ എഴുന്നേറ്റ് വരും. നാം ഇന്നും പ്രവർത്തിക്കേണ്ട സമയമാണ്. നമുക്ക് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങി നമുക്ക് തന്നിരിക്കുന്ന ശുശ്രൂഷയുണ്ട്. കർത്താവിന് സാധനമാണെന്ന് വിശുദ്ധ ജീവിതവും ശുശ്രൂഷയുള്ളവരായി ഭക്തിയോടെ നമ്മുടെ കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കാം. അതുവരെ നമ്മുടെ ശുശ്രൂഷ ചെയ്യാം. നമ്മെ പിന്തുടരുന്ന പ്രവർത്തികൾ നമുക്ക് പ്രതിഫലം കിട്ടുവാൻ കാരണമാക്കപ്പെടണം. ജീവിതം ക്രമീകരിക്കാം, ഒരുങ്ങാം. ദൈവം നമ്മെ സഹായിച്ചിട്ട് നമുക്ക് കർത്താവ് ധന്യമായ പ്രത്യാശയിലൂടെ ഈ ഭൗതിക ശരീരം മണ്ണിനായിട്ട് ഇപ്പോൾ കൊടുക്കാം. പ്രാർത്ഥിക്കാശീർവാദം പറഞ്ഞ് ശുശ്രൂഷയുടെ അവസാനിപ്പിക്കപ്പെടുന്നു. നമ്മുടെ കോടീശ്വരിലേക്ക് വയ്ക്കുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സ്നേഹവാനും പരിശുദ്ധമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗപിതാവേ, തിരുനാമത്തിൽ നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഈ മധ്യാഹ്നവേളയിൽ ഈ ശ്മശാന സ്ഥലത്ത് നിന്നുകൊണ്ട് നിന്റെ മക്കളാകുന്ന ഞങ്ങൾ മുൻപിൽ പ്രത്യാശയോടെ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുവാൻ അവിടെ നിന്ന് വലിയ സന്ദർഭത്തിനാണ് നന്ദിയോടെ സ്തോത്രം. അതിന് കാരണമായി തീർന്ന ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിനായ വലിയവനായ ദൈവമേ, അവിടത്തോട് ഞങ്ങൾ നന്ദി പറയുന്നത് നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. മനുഷ്യൻ മൂലം മരണമുണ്ടാകിയാൽ മരണത്തിന്റെ പരിഹാരവും ഏകമനുഷ്യനായ കർത്താവായ യേശുക്രിസ്തു മൂലം ഉണ്ടായതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. അതേ ക്രിസ്തു ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവഴുത്തിൻ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു, തിരുവഴുത്തിൻ പ്രകാരം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണപുനരുത്ഥാനങ്ങൾ ഞങ്ങളുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയായിരുന്നതുകൊണ്ട് സ്തോത്രം. കൃപയാൽ ഞങ്ങളുടെ വിശ്വസിച്ച് അവിടുത്തെ മക്കളായി തീരുവാനുള്ള വലിയ ഭാഗ്യവും പദവിയും തന്നുകൊണ്ട് സ്തോത്രം. ആകയാൽ കർത്താവായ യേശുവിന്റെ വിശ്വാസത്തോടും ആശ്രയത്തോടുകൂടെ തിരുവഴുത്തുകളിൽ ആശ്രയിച്ച്
ഞങ്ങൾ പ്രത്യാശയോടെ ഈ ശ്മശാന സ്ഥലത്ത് ഞങ്ങളുടെ പിതാവിന്റെ ഈ മാതാവിന്റെ സംശയമായിട്ട് ഞങ്ങൾ കർത്താവ് ഈ മൺശരീരം മണിനാടിനുകളിൽ ഇത് ഒരു നാൾ ഉയർത്തിലേക്ക് വരുമെന്ന് അവിടുത്തെ വചനം ഞങ്ങൾ ഉറപ്പ് തരുന്നതോട് നാമത്തെ ശ്രദ്ധിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് വരികയും അവിടുത്തെ പ്രാഫലം ചെയ്യുമ്പോൾ മരിച്ചവരുടെ ഉയർത്തുമ്പോൾ ഈ പ്രിയ മാതാവ് ഉയർത്തെഴുന്നേറ്റ് വരുമെന്നുള്ള ആ വലിയ പ്രത്യാശയോടെ ഞങ്ങളുടെ ഭൗതിക ദേഹം ഇവിടെ സംസ്കരിക്കുകയാണ്. കർത്താവിന്റെ വരവിനെ നോക്കി പാർക്കുകയും ഈ പ്രിയ മാതാവിന്റെ ദീർഘമായ കർത്താവിന്റെ സേവനത്തിനായിട്ട് നൽകിയുള്ള ഫലകരമായ നിയോഗിക്കാൻ പ്രവർത്തിക്കൊണ്ട് തന്റെ ജീവിത സായാഹ്നത്തിന് ദൈവത്തിന്റെ കൃപ നൽകി പരിപാലിച്ചുകൊണ്ട് തക്ക സമയത്ത് നമ്മൾ പ്രിയപ്പെട്ടവരെല്ലാവരും കടന്നു വരുവാനും ശിശുക്കളെ സംബന്ധിക്കാനും മാതാവിനെ ശിശുപ്പാനും തുടർന്നുള്ള ഈ ശിശുക്കളെ സംബന്ധിക്കാനും ഇടവരുത്തിക്കൊണ്ട് ദൈവം നൽകിയ എല്ലാ ആത്മീയങ്ങൾക്കാണ് അനേക സ്മാരകം പ്രത്യാശ സന്ദേശങ്ങൾ നൽകിക്കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ജീവിത സ്മരണകളെ ഞങ്ങളെ ഓർമ്മിച്ചുകൊടുക്കുന്നതാണ് ശ്രദ്ധിക്കുന്നു. ഞങ്ങൾ ഇന്നലെ നാളെ ഓരോ താമസിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ എന്നാൽ ഞങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങൾ കഥാപാത്രമില്ലാത്ത കാര്യങ്ങളില്ലാത്തതും കളങ്കമില്ലാത്തതുമായി ഈ നാളുകളിൽ ഞങ്ങളെ ശുദ്ധീകരിക്കുവാനും കഥാവിന് വേണ്ടി ഫലമുള്ളവരായി പ്രവർത്തിക്കാനും ശിക്ഷിപ്പാനും അടിയങ്ങളെ ഒരുക്കുമാറാകണമേ. ഈ അനുഗ്രഹമായ സത്യത്തിന് സാക്ഷ്യം വഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കാണ് നിങ്ങളുടെ സ്വാഗതം. യേശു ക്രിസ്തുവിലൂടെ ഞങ്ങൾക്ക് മരണത്തിന്റെ പേരും പാപത്തിന്റെ പേരും ജയത്തിരിക്കുന്നതുകൊണ്ട് സ്വാഗതം. തിരുവഴുത്തിൽ ഞങ്ങൾ വായിച്ചിട്ടുള്ളതുപോലെ ഒടുവിലത്തെ ശത്രുവായി മരണവും മാറിപ്പോകുന്ന നാമത്തിന്റെ സ്വാഗതം. അതേ കാവ്യത്തിന്റെ വരവിൽ വിശുദ്ധന്മാർ ഉയർത്തുമ്പോൾ ജയമരണമേ എന്നൊരു ജയം എവിടെയെന്ന് ചോദിക്കുന്ന ആ ഒരു ദിവസം ഞങ്ങളുടെ മുമ്പിലുള്ളത് നിങ്ങളുടെ സ്വാഗതം. ആ പ്രത്യാശയോടെ തന്നെ ഞങ്ങൾ ഈ ഭൗതിക ശരീരങ്ങളോട് ദുഃഖിതരായിരിക്കുന്ന പ്രിയമക്കളെയും കുടുംബങ്ങളെയും കാലങ്ങളെയും പ്രിയപ്പെട്ട എല്ലാവരെയും ദൈവം ആശ്വസിപ്പിക്കുകയും അവിടുത്തെ ദിവ്യ സമാധാനം നിറയ്ക്കുകയും ചെയ്യാൻ പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ ഞങ്ങളെപ്പോഴും താഴ്ചയോടുകയും ഈ വചനങ്ങളെ കൊണ്ട് ആശ്വസിപ്പിക്കുകയും ഞങ്ങളോട് ഞങ്ങളെ വചനത്തിൽ ആശ്വസിക്കുന്നു, ധൈര്യപ്പെടുന്നു. കർത്താവിനെല്ലാം മഹത്വം പ്രിയപ്പെട്ട മാതാവിന്റെ താൽക്കാലികമായിട്ട് മാത്രമല്ല സ്ഥിരമായ ശ്വാസം മാതാവിന്റെ നല്ല മാതൃകളെ പിന്തുടർന്നുകൊണ്ട് അവിടുത്തെ വരവിന് വേണ്ടി ഒരുങ്ങി ധന്യമായ ഈ സന്ദർഭത്തിൽ നിർവഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർക്കുകയും ആദരിക്കുകയും അനുഗ്രഹിക്കുകയും വിശേഷം ഇതുവരെയും യേശു ക്രിസ്തുവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധസ്ഥാനത്ത് ഭരണത്തിന്റെ അധികാരിയായ പിശാചിൽ മോചനം ഭരണഭീതിയിൽ കഴിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവിടുത്തെ മരണകാലം സാധിക്കുന്ന വ്യക്തി രക്ഷ സ്വന്തമാക്കുവാൻ ഞങ്ങളുടെ ബഹുമാനിയായ എല്ലാ പ്രിയപ്പെട്ടവർക്കും സംഗതി വരുത്തി മാറാകണമേ. അവിടുത്തെ എല്ലാം നമ്മൾ കാണുന്ന നീയോടെ സ്വാഗതം. അവിടുത്തെ വാക്കുപ്രകാരം മണ്ണിലെടുക്കുന്ന ശരീരം ഈ മണ്ണിനായ ഞങ്ങളെ കൊടുക്കുന്നു. അവിടുത്തെ ഏറ്റെടുത്തിരിക്കുന്നതുകൊണ്ട് സ്തോത്രം. ശിശുക്കളെല്ലാം ആദരിച്ച് അനുഗ്രഹിച്ചുകൊണ്ട് സ്തോത്രം. എല്ലാ മഹത്വവും ഞങ്ങൾ വീണ്ടും അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവ് രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ഒരാളോട് ഹെൽപ്പ് ചെയ്താൽ സന്തോഷം മധ്യാകാശത്തിൽ കർത്താവുദാഖ്യം വീരനാദത്തോടും എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ